ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത്, അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത്, ഇനി നെക്സ്റ്റ് എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത്, നെക്സ്റ്റ് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്, ഇനി നെക്സ്റ്റ് എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് പേജ് ഓഫ് കപ്സ് ആണ്. ഫസ്റ്റ് കാർഡ് പേജ് ഓഫ് കപ്സ്. ഓക്കെ, 4 ഓഫ് സോർഡ്സ്, 2 ഓഫ് പെന്റക്കിൾസ്, 9 of Pentacles, 5 of Pentacles, Page of Swords, okay, 4 of Cups, the Moon card, Ace of Cups, 4 of Wands, the Empress card, okay, Temperance card. Okay, അപ്പോൾ നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. ഓക്കെ, 7 ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് പേജ് ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു കാർഡ് പറയുന്നത് ഈ ഒരു ബന്ധം ആദ്യം വളരെ ഒരു പ്യുവറായ രീതിയിൽ വന്നിട്ട് നല്ല രീതിയിൽ ഫീലിങ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആരംഭിച്ച പ്യുവറായിട്ടുള്ള ഒരു ഫീലിങ്സുകൾ കൊണ്ട് ആരംഭിച്ച ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കാണോ നിങ്ങളുടെ പേഴ്സൺ ആണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റുന്നില്ല. ഒരാൾക്ക് വളരെയധികം ഒരു സ്നേഹവും അഫെക്ഷനും ഒക്കെ വളരെ സിൻസിയർ ആയിരുന്നു, ആ ഒരു പേഴ്സൻ്റെ വളരെ സിൻസിയർ ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ. നിങ്ങൾ തമ്മിൽ ഒത്തിരി മെസ്സേജുകൾ കൈമാറിയിരുന്നു, ഒത്തിരി കെയറിങ് എനർജീസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സെക്കൻഡ് കാർഡ് വരുന്നത് നമുക്ക് 4 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ്. ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സൈലൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് വന്നതായി നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരാൾ മെന്റലി വളരെയധികം ടയേർഡായിരുന്നു, കുറച്ചൊരു ഡിസ്റ്റൻസ് ആ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ എടുത്തിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു, നിങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അതൊരു ലെസ് കോണ്ടാക്ട് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും പെട്ട് പോയി, അല്ലെങ്കിൽ പോസായി പോയി, അല്ലെങ്കിൽ സ്റ്റക്കായി നിന്ന് പോയ ഒരു അവസ്ഥയാണ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 2 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഇത് ഓഫ് കോഴ്സ് നമുക്കറിയാവുന്ന പോലെ ഇവിടെ ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. ഒരു ബാലൻസ് ചെയ്യാനായിട്ട് ഇവരുടെ ലൈഫിൽ വളരെയധികം സ്ട്രഗിൾസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു സ്ട്രഗിൾസ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പും അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫും, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം, ഈ ഒരു റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണൽ ലൈഫും ഒരുപോലെ മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നാണ് കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു കാർഡിൽ നമുക്കൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പും പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫാമിലിയും അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടാകാം. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്ന ഒരു സമയമായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് 9 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഒരാൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്.
അതവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ ആരും കൺട്രോൾ ചെയ്യുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് സ്വന്തം ജീവിതം അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഒക്കെ നോക്കി പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ആയിട്ട് നമുക്ക് ഇവിടെ ഇത് പറയാനായിട്ട് പറ്റും. ഒത്തിരി ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു സെൽഫ് ഗ്രോത്ത്, ഇവയ്ക്കൊക്കെ കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അവരുടെ പേഴ്സണൽ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആകണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അവരെ നോക്കി നിൽക്കുന്ന ഒരു പേഴ്സന്റെ ഒരു കാര്യങ്ങളെക്കുറിച്ചേ അവർ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണോ എന്ന് പോലും ചോദിക്കാനുള്ള ഒരു ഇത് അവർക്കില്ല. അത് ഇപ്പോൾ നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അവരുടെ മനസ്സിൽ ആ കെയറിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടോ അല്ല, എന്തുകൊണ്ടോ അവര് അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. എന്നാൽ ആ ഒരു പേഴ്സൺ സെൽഫിഷ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. കൂടുതൽ ഒരു ഇമ്പോർട്ടൻ്റ് അവർ കൊടുക്കുന്നത് അവർക്ക് തന്നെയാണ്, അവരുടെ സ്വന്തം ജീവിതത്തിന് തന്നെയാണ്, അവരുടെ ഒരു ഫ്രീഡത്തിന് വേണ്ടിയാണ്, അവരുടെ ഒരു സമാധാനം, അവരുടെ ഒരു സെൽഫ് ഗ്രോത്ത്, ഇതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ചില റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അവർ സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോവുക. ഓക്കെ, അവർ ഓക്കെ ആണോ എന്നറിയാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്ക് അതല്ല കാണാനായിട്ട് വരുന്നത്. അവരുടെ ലൈഫ് ഒന്ന് സെറ്റ് ആക്കാനായിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നങ്ങളും വരരുത് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ അവർ ആ ഒരു പേഴ്സണൽ ഗ്രോത്തിന് കൂടുതലധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് 5 ഓഫ് പെൻറ്റക്കിൾസിന്റെ ഒരു കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണ്, നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സെപ്പറേഷനിലേക്കൊക്കെ പോയി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സമയമായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു റിജക്ഷൻ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അവരുടെ ഒരു ജോബിലോ എന്തോ ഒരു അവസരത്തിൽ അവർക്കൊരു റിജക്ഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വേദന അവർക്ക്, ആ ഒരു ഹർട്ട് എനർജി അവർക്കുണ്ടായി. അപ്പോൾ ഇമോഷണലായിട്ട് ആ ഒരു സമയത്ത് അവർ ശരിക്കും ഒറ്റപ്പെട്ടതുപോലെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് പേജ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലും നിങ്ങളുടെ എനർജി, നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ പറയാൻ പറ്റും. അവർ നേരിട്ട് സംസാരിക്കാതിരുന്നാലും നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് വരുന്നത്. പലപ്പോഴും നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ വരുന്നത്. ആ ഒരു സമയത്ത് ഒരു എന്താ പറയുക, അവർക്ക് ഇപ്പോഴും ഒരു സോഫ്റ്റ് ഫീലിങ്സ് ഉണ്ടാകാം നിങ്ങളുടെ അടുത്ത്. ഇപ്പോൾ സെപ്പറേഷൻ ആണെങ്കിൽ കൂടിയും അവർക്ക് വളരെയധികം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങളോട് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം അവരിപ്പോൾ ഒരു സൈലന്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ഫേസിലാണ്. അവർ നിങ്ങളെ മിസ് ചെയ്താലും അത് പുറത്ത് കാണിക്കാതെ ഡിസ്റ്റൻസ് ഇങ്ങനെ കീപ്പ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എങ്കിൽ കൂടി നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് അവർ ഒരു കോമൺ ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ഒരു എനർജി തന്നെയാണ്. സോഷ്യൽ മീഡിയ നോക്കാൻ ചിലപ്പോൾ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് ചിലപ്പോൾ ഞാൻ നല്ലൊരു ചാൻസ് ആണ് നഷ്ടപ്പെടുത്തിയത് എന്നൊക്കെ ഒരു തോന്നലുകളും അതുപോലെ ഒരു കുറ്റബോധമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്തും നിങ്ങളെ വളരെയധികം ഈ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർമ്മകളും ഫീലിങ്സും ഒക്കെ ഉണ്ടാകാം. ചില സമയങ്ങളിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നും ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ഈഗോയും കൺഫ്യൂഷനും അതുപോലെ പേടിയും ഒക്കെ കാരണം അവരത് തുറന്നു പറയാതെ ഇരിക്കുന്നതായിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഈഗോ എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയ സമയത്ത് അവരുടേതായ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ അത്ര മോശക്കാരാണ് എന്ന രീതിയിൽ കാണിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ വീണ്ടും അവർ തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഈഗോ അവിടെ ഹേർട്ട് ആകുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം അവർ നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിജക്ഷൻ തന്നിട്ട് പോയൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ അങ്ങനെ റിജക്ഷൻ തന്നു പോയിട്ട് വീണ്ടും നിങ്ങളിലേക്ക് വരിക എന്ന് പറയുമ്പോൾ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോൾ അത് അവരെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അവരെ തന്നെ വാല്യൂ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ഈ ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അവർക്ക് അത് വളരെ ഒരു ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്യുക. അപ്പൊ അതാണ് അവരെ പേടിപ്പിക്കുന്നത്. അവരുടെ മനസ്സിനുള്ളിൽ അതൊരു ഭയമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്കിവിടെ വരുന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ 4 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. ഇത് ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി പോയ ഒരു പേഴ്സന്റെ എനർജിയാണ്. ഒരാൾക്ക് ഫീലിങ്സ് ഉണ്ടായിരുന്നെങ്കിലും അത് ശരിയായി സ്വീകരിക്കാതെയോ ശ്രദ്ധിക്കാതെയോ പോയിരിക്കാം. അതായത് നിങ്ങളായിരിക്കാം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ എഫേർട്ട് ഇട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടെ വളരെ കെയറിങ്ങോടെ കൂടി ഈ ഒരു
റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടാവാം. പക്ഷെ പലപ്പോഴും നിങ്ങളുടെ പേഴ്സൺ ഈ നിങ്ങളുടെ ആ ഒരു സ്നേഹമോ അല്ല കെയറിങ്ങോ നിങ്ങൾ എത്രമാത്രം ഇവരെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഒന്ന് മൈൻഡ് അടിക്കുക കൂടി ചെയ്യാതെ പോയിട്ടുണ്ടാകാം. പക്ഷെ ഈ ഒരു പേഴ്സന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളുമായിട്ട് വളരെ സ്നേഹത്തിലായിരുന്നു. പക്ഷെ ആ ഒരു ഇന്റിമസി കീപ്പ് ചെയ്യാനായിട്ടോ നിങ്ങളുടെ ആ ഒരു സ്നേഹം എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാനായിട്ടോ കഴിയാതെ പോയൊരു പേഴ്സന്റെ എനർജിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അവർക്ക് ഈ ഒരു സമയത്ത് അതൊക്കെ കുറച്ച് അവർക്ക് മനസ്സിലായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ദ മൂൺ കാർഡ് വരുമ്പോഴത്തേക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡൗട്ട് അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ചില കാര്യങ്ങൾ ഓപ്പണായി പറയാത്തത് കൊണ്ടും ഒരു ക്ലാരിറ്റി ഒരിക്കലും ഇതിൽ കിട്ടാതിരുന്നത് കൊണ്ടും ഒക്കെ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. എന്താണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേഷനിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഈ ഒരു കാർഡുകൾ തൊട്ട് നോക്കുമ്പോൾ ഏസ് ഓഫ് കപ്സ് ആണ് നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഇവിടെ ഫ്യൂച്ചർ എനർജിയിൽ പുതിയൊരു ഇമോഷണൽ ബിഗിനിങ് കാണുന്നു എന്നുള്ളതാണ്. ഇത് അതേ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ പുതിയൊരു ലവ് എനർജി ഒരു പുതിയ വ്യക്തിയോടോ വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് 50% ആണ് പറയാനായിട്ട് സാധിക്കുക. ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 50% ആളുകൾക്ക് ഈ സെയിം പേഴ്സണുമായിട്ട് ഒരു റീയൂണിയൻ റീസ്റ്റാർട്ട് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ബാക്കി വരുന്ന 50% ആളുകൾക്ക് നിങ്ങൾക്കൊരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യത നമുക്ക് ഈ ഒരു കാർഡിൽ പറയാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് 4 ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ്. ഈ ഒരു കാർഡ് ഒരു സ്റ്റെബിലിറ്റിയും അതുപോലെ റീയൂണിയൻ എനർജിയുമാണ് കാണിക്കുന്നത്. ചിലർക്ക് വീണ്ടും ഒരു റീകണക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഞാനിവിടെ ഫസ്റ്റ് കാർഡിൽ പറഞ്ഞു. ഏസ് ഓഫ് കപ്സ് അതിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു കാർഡാണ് 4 ഓഫ് വാൻസ്. അപ്പൊ നമുക്കിവിടെ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഉറപ്പുള്ള ഒരു ക്ലാരിറ്റിയുള്ള ഒരു റീയൂണിയൻ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് നമുക്കിവിടെ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുന്ന ഒരു കാർഡാണ് 4 ഓഫ് വാൻസിന്റെ ഒരു കാർഡ്. ഇത് ഈ ഏസ് ഓഫ് കപ്സുമായിട്ട് വളരെ ചേർന്ന് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വളരെ പിന്നീട് വന്നിട്ടുള്ള കാർഡുകളെല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകൾ തന്നെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് എംബ്രസ് കാർഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കാർഡും വളരെയധികം ഡീപ്പ് ലവ് കെയർ അതുപോലെ വളരെ ന്യൂട്രൽ എനർജി ബാലൻസ് ചെയ്തിട്ടുള്ള എനർജി നൽകുന്ന ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ നൽകുന്ന പരസ്പരം മനസ്സിലാക്കുന്ന ഒരു റിലേഷൻഷിപ്പ് വീണ്ടും വളരാനും അത് സ്ട്രോങ് ആകാനുമുള്ള ഒരു ചാൻസ് ആണ് ഈ ഒരു എംബ്രസ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ടെമ്പറൻസ് കാർഡ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ ഒരു സ്ലോ ആയിട്ട് ഒരു ഹീലിംഗ് ഉണ്ടാകും നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും. അപ്പൊ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഹീലിംഗിന്റെ ഫേസിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവര് നിങ്ങൾക്ക് തന്ന അതേ ഒരു റിജക്ഷൻ ഇവിടെ അവർക്ക് കിട്ടിയതായിട്ട് നമുക്ക് ഈ ഒരു 5 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡിൽ മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു റിജക്ഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിന് കുറെ എക്സ്പീരിയൻസസ് ഇവർക്ക് ഉണ്ടായി. ലൈഫിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം എന്താണ്, എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്കൊരു ധാരണ വന്നു. ഇല്ലെങ്കിൽ അത് അവർ മനസ്സിലാക്കി പുറമെ അവർ കാണിക്കുന്നില്ല എങ്കിൽ കൂടിയും അവർക്ക് ആ ഒരു എക്സ്പീരിയൻസിലൂടെ അവർ ആ ഒരു കാര്യങ്ങളെല്ലാം ലെസൺസ് എല്ലാം പഠിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഇവര് പതിയെ ഒരു സ്ലോ ആയിട്ട് ഹീലിംഗിലേക്ക് കടക്കും. അതിനുശേഷം ഒരു ക്ഷമയോടെ കൂടിയിട്ടുള്ള ഒരു ബാലൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാനുള്ള ചാൻസ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു 4 കാർഡുകൾ ഫ്യൂച്ചർ നോക്കുമ്പോൾ വീണ്ടും ഒരു റീയൂണിയൻ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് പുതിയൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ഒരു ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകും എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാ ആളുകൾക്കും ഈ ഒരു സെയിം പേഴ്സണുമായിട്ട് തന്നെ വീണ്ടും റിയൂണിയൻ നടക്കും എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് പിന്നെ ലാസ്റ്റ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും 7 ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ്. 7 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകാനായിട്ട് എഫേർട്ടും കമ്മിറ്റ്മെന്റും ഒക്കെ ആവശ്യമുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാർഡാണ്. ഒരാൾക്ക് ഈ ഒരു ബന്ധം ശരിക്കും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ഇപ്പോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ഒരു എഫേർട്ട് ഇട്ട് ഈ റിലേഷൻഷിപ്പിൽ ലാസ്റ്റ് വരെ ഒരു സെപ്പറേഷനിൽ പോകുന്നത് വരെ നിന്നിട്ടുള്ളത് നിങ്ങളായിരിക്കാം. എങ്കിൽ കൂടിയും നിങ്ങൾ പലപ്പോഴും ഈ ഒരു സെപ്പറേഷനിൽ പോയ സമയത്ത് പോലും ഈ ഒരു പേഴ്സണെ ചേസ് ചെയ്യുകയും ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കണം എന്ന രീതിയിൽ നിങ്ങൾ അവരോട് ബെഗ് ചെയ്തൊക്കെ നിന്നിട്ടുണ്ടാകും.
ഉണ്ടാകാം. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് സംരക്ഷിച്ച് നിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ കാല് പിടിച്ചിട്ടാണെങ്കിൽ കൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിച്ചു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ ഒരു ഡൗൺ ആയ എനർജിയിലൂടെ കടന്നു പോയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ചില വ്യക്തികളാണെങ്കിൽ കൂടി ഇനി ഒരു ജീവിതം അവസാനിച്ചു പോയി എന്ന് വരെ ചിന്തിച്ച ആ ഒരു പോയിന്റ് വരെ എത്തിയിട്ട് തിരിച്ചു വന്ന വ്യക്തികളെയാണ് നിങ്ങളുടെ എനർജിയിൽ നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സമയത്ത് നിങ്ങളെ റിജക്ഷൻ ചെയ്ത് പോയ സമയത്തൊന്നും അവർക്ക് അത്ര ഒരു സീരിയസ്നെസ്സോ ഇതിന്റെ ഒരു കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം പല പല കാര്യങ്ങളിലൂടെ ഇവർക്ക് അനുഭവങ്ങൾ ഉണ്ടായി, അവർ പല കാര്യങ്ങളും പഠിച്ചു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ശരിക്കും ഇപ്പോൾ എന്താണ് ലൈഫിൽ വേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ലൈഫിൽ ഇനി എങ്ങനെ പോകണം എന്നതിനെ കുറിച്ച് വളരെ പക്വതയോടെ മനസ്സിലാക്കുന്ന ഒരു പേഴ്സണെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഈ ഒരു റിലേഷൻഷിപ്പ് പ്രൊട്ടക്ട് ചെയ്തും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇട്ട് നിന്നത് നിങ്ങളായിരുന്നുവെങ്കിൽ ഇതിപ്പോ നേരെ തിരിയുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുകയും ഈ ഒരു റിലേഷൻഷിപ്പ് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എനർജീസാണ് നമുക്ക് ഈ ഒരു 7 of Wands കാർഡിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ നിന്ന് പോകാനും ഒക്കെ വേണ്ടിയിട്ട് മറ്റാളുകളോട് ഫൈറ്റ് ചെയ്യാൻ വരെ ഈ ഒരു പേഴ്സൺ തയ്യാറാകും എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ ഫാമിലിയിൽ നിന്നൊക്കെ ഒത്തിരി എതിർപ്പുകളുള്ള റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ കൂടിയും ഈ ഒരു പേഴ്സൺ അതൊക്കെ അവരോടൊക്കെ എതിർക്കും. ഇതുവരെ അവരോടൊക്കെ വളരെ സൗമ്യമായ രീതിയിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം, അവരാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെ പേരൻസ് പറയുന്ന പോലെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അതൊക്കെ ഇവിടെ മാറാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. കാരണം ആ ഒരു പേരൻസിന്റെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ആരുമായിക്കോട്ടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന ഈ ഒരു വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഉള്ളവരുടെ യഥാർത്ഥ സ്വഭാവവും യഥാർത്ഥ സ്നേഹവും കാര്യങ്ങളും എല്ലാം ഇവർ മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവര് ശരിക്കും ഒരു മാനസികമായിട്ടുള്ള ഒരു അറ്റാക്കിലൂടെ അല്ലെങ്കിൽ ഒരു മാനസിക വേദനയിലൂടെ കടന്നുപോയി എന്നുള്ളതാണ്. ഇവര് മറ്റുള്ളവരാൽ ബ്ലെയിം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ആ ഒരു സമയത്താണ് ശരിക്കുമുള്ള യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് എന്താണ്, ആ ഒരു കെയർ എന്തായിരുന്നു നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് ഇവർ മനസ്സിലാക്കി. കാരണം ഞാൻ ആദ്യമൊക്കെ പറഞ്ഞ കാർഡുകളിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടായി വളരെ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ഒറ്റപ്പെട്ടു പോയി, അവർ ഹേർട്ടായ സമയത്ത് അവർ ഒറ്റപ്പെട്ടു പോയി, ആരുമില്ല എന്നവർക്ക് തോന്നിയ ഒരു സമയം ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ തന്നെ ഈ റിലേഷൻഷിപ്പ് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. ഇതിനു വേണ്ടിയിട്ട് ഡിഫെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു സ്ട്രോങ് ഡിഫെൻസറായിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫെൻസീവ് സിസ്റ്റം തന്നെ ഇവർ ക്രിയേറ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇനി നിങ്ങളായിട്ട് ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊള്ളും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കരഞ്ഞ് വിഷമിച്ച് ഒക്കെ ഇരിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി കൺഫ്യൂഷൻസും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒത്തിരി ഡിസ്റ്റൻസ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഫ്യൂച്ചറിൽ ഇത് ഒരു ഹീലിങ്ങിലൂടെ കടന്നു പോവുകയും പുതിയൊരു ഇമോഷൻസ് തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിയായിട്ടൊരു കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ പേഷ്യൻസും ഉണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഒരു ബെറ്റർ ആകാനുള്ള വളരെയധികം ചാൻസുകളാണ് നമുക്കിവിടെ കാണുന്നത്. ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡുകളൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു റീഡിങ്, സമാധാനം തരുന്ന ഒരു റീഡിങ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സോൾ മെസ്സേജസ് കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം. നമുക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് നോക്കാം. I hope the future will bring us together because I love you more than you know. Okay, ഫ്യൂച്ചറിൽ നമ്മൾ ഒന്നായി തീരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഞാൻ നിന്നെ നീ മനസ്സിലാക്കുന്നതിനേക്കാൾ അധികമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ പറയുന്നത്.
ഐ എം റെഡി ടു ടെൽ യു ദ ട്രൂത്ത്. ഓക്കെ, അവർക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ അവർക്ക് ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, അവർക്ക് ഇത്രയും വിഷമത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നതെങ്കിലും അവർ കോമൺ ഫ്രണ്ട്സ് ഒക്കെ വഴിയായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും അവർ അവർക്കുണ്ടാകുന്ന നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അവർ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഐ കനോട്ട് സ്ലീപ്പ് ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ. ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ കാരണം അവർക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. എന്നെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ, എൻ്റെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ വാണ്ട് ടു ടെൽ യു സം മെസ്സേജസ്. ഓക്കെ, കുറേ കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നുള്ളതാണ് അവരോട് പറയുന്നത്. ഐ ഡിഡ് നോട്ട് റിയലൈസ് ഏർലിയർ ദാറ്റ് ദിസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് റീഡിങ് തൊട്ട് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നു, നിങ്ങളോട് സ്നേഹമുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും ഒരു ഡീപ്പായിട്ട് നിങ്ങൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിരുന്നില്ല. ഈ ഒരു സെപ്പറേഷനിലാണ് അവർ മനസ്സിലാക്കിയത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ഡീപ്പിൽ പതിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നേരത്തെ അവർ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് റോങ് ആയിട്ട് ചെയ്ത് ആ ഒരു കാര്യങ്ങൾക്കെല്ലാം അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടുന്നത് യു ആർ ദ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ഓക്കെ, അവർ ദൈവം അവർക്ക് കൊടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് എന്ന് ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് നമ്പർ 3 ആണ്. അതുപോലെ ഷോർട്ട് ഹെയർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിലെ കവിളിലെ മറുകളിലുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. നെയിൽ പോളിഷ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 24 സിംഗിങ്. 2 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്പർ 22 ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള കളറ്. 1977 ഐസ്ക്രീം ലവർ. ഓക്കെ, 1975 ഫുട്ബോൾ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം. ലെറ്റർ എച്ച്, ലെറ്റർ കെ, നമ്പർ 32 ലെറ്റർ ഐ. പെറ്റ് ലവേഴ്സ്, പെറ്റിനെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1978 ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളായിരിക്കാം. ക്രേസി. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ എക്സ്. 1988 ചൈൽഡിഷ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടീ ലവർ. നമ്പർ 55 നമ്പർ 21 കണ്ണൂർ ജില്ല എന്നുള്ള ആളുകളായിരിക്കാം. എറണാകുളം ജില്ല. നമ്പർ 8 സപ്പോർട്ടീവ്, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 1 സ്പിരിച്വൽ പാത്ത്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ സ്പിരിച്വൽ പാത്ത് ഒക്കെ ചൂസ് ചെയ്യുന്നുണ്ടാകാം. നമ്പർ 48 6 days എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ ജെ 1 month. 1979 1996 മ്യൂസിക്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്.